ആരെങ്കിലും ഇങ്ങോട്ട് വരണം. ഞാൻ ഇങ്ങോട്ട് ഇതങ്ങനെ ഒരു പ്രോപ്പർ ട്രാവൽ ബ്ലോഗ് ആയിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യണ്ട. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങള് അമ്മ വീട്ടില് വിരുന്നിന് പോയി. അവിടുന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല സ്ഥലമാണല്ലോ, വീഡിയോ എടുത്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നി അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. ശരിക്കും ഞങ്ങൾ ഈ വഴിക്ക് നടന്നു വരുന്നതിന്റെ മുന്നേ ഉള്ള സ്ഥലവും നല്ല ഭംഗിയായിരുന്നു. മീൻകുന്ന് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയും നല്ലതായിരുന്നു. ആ വരുന്ന സ്ഥലം എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. ഞങ്ങൾ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്നത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കടലിന്റെ സൈഡിൽ മുകളിലൂടെയാണ് നമ്മൾ നടന്നു വരിക. ആ മുകളിലൂടെ നടന്നു വരുന്ന കുറച്ചു ഭാഗങ്ങളൊക്കെ താഴോട്ട് ഇടിഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ സ്ഥലങ്ങൾ നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മളൊരു കാടിന്റെ ഒക്കെ ഒരു ഉള്ളിലൂടെ പോകുന്നൊരു ഫീല് കിട്ടും. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. ഈ ഭാഗം എല്ലാം വെള്ളം കൂടുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം നിറയാറുണ്ടെന്ന് പറഞ്ഞു ഇവര്. നമ്മളിങ്ങനെ നടന്ന ആ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈതയുണ്ട് കേട്ടോ, ഇവിടെ മൊത്തം കൈതയുണ്ട്. പിന്നെ നമ്മളെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. നമ്മുടെ കൂടെയുള്ളത് വൈഗയും വൈഗയുടെ ബ്രദർ വൈഷ്ണവുമാണ്. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാനങ്ങനെ അഡ്വഞ്ചർ ഒന്നും ചെയ്ത് ശീലമില്ലാത്ത ആളാണ്. എനിക്കിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കുറച്ചൊരു ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബുദ്ധിമുട്ടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെരുപ്പൊക്കെ ഞാൻ അവരുടെ കയ്യിലേക്ക് ഊരിക്കൊടുത്തു. എന്നിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. ഇത് കടന്നിട്ട് വേണം നമ്മൾ ബീച്ചിലെത്താൻ. ശരിക്കും ഈ ബീച്ചിലേക്ക് നല്ല വഴിയുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ വരുന്ന വഴിയുണ്ട്. നമ്മൾ പക്ഷെ ഈ വഴിയിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് മീൻകുന്ന് ബീച്ച്. നമ്മൾ പോകുന്ന സമയത്ത് ബീച്ചിൽ അങ്ങനെ വലിയ ക്രൗഡ് ഇല്ലായിരുന്നു. ഒരു 3-4 പേര്, അത്ര പേര് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടും കണ്ടു. ഞാനും വൈകി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഈ വെയിൽ കൊണ്ടാൽ മൈഗ്രെയിൻ വരുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വെയിലത്ത് കുട ഇല്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. എന്തൊരു ശാന്ത സുന്ദരമാണ് ബീച്ച് നോക്കൂ. നമ്മളെപ്പോഴും പോവാ കോഴിക്കോട് ബീച്ചിലാ. അവിടെയാണെങ്കിൽ എപ്പോ പോയാലും ക്രൗഡാ. ഏത് സമയത്തിൽ പോയാലും ക്രൗഡാ. നട്ടുച്ചയ്ക്ക് പോയാലും നട്ടപ്പാതിരയ്ക്ക് പോയാലും ക്രൗഡാണ്. അങ്ങനെയുള്ള ബീച്ചിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ ഒരു സുഖം. ബീച്ചിന്റെ അടുത്ത് മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ. നമ്മളെ കോഴിക്കോട് ബീച്ചിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുക. ഫുൾ കടകളും ഒക്കെ ആണല്ലോ. ഇത് വേറൊരു വൈബ് തന്നെ. എന്തൊരു ശാന്തം സുന്ദരം. പിന്നെ കുറെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ കാറ്റാടി മരങ്ങളുടെ ഒരു കായയില്ലേ, അത് കളക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. എന്റെ കയ്യിൽ കുറെ അങ്ങനെയുള്ള കായകളുണ്ട്. ഞാൻ അവിടുന്ന് കുറെ എണ്ണം പെറുക്കി കേട്ടോ. ഈ കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ആകാശം കാണാൻ നല്ല ഭംഗിയാ. എനിക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭംഗി കാണാൻ ഭയങ്കര താല്പര്യം. ബീച്ച് കണ്ടോ അപ്പൊ എനിക്ക് ഈ ഉപ്പിലിട്ട് തിന്നാൻ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ഒരു കടയിട്ടേയും കണ്ടു. അവിടെ അങ്ങനെ കുറെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ കാറ്റാടി മരത്തിന്റെ കായ. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ നല്ല വൈബ് ടീമായിരുന്നു കേട്ടോ. കഥ പറയാനും ഒക്കെ നല്ല നല്ല രസമാണ് ഇവരുടെ കൂടെ. ഇപ്പൊ ഈ നടന്നു പോകുന്നതാണ് ശരിക്കും ഈ ബീച്ചിലേക്കുള്ള വഴി. നല്ലോണം നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ ഈ വഴിയിലാണ് നമ്മൾ എത്തുക. ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ വഴിയിൽ എന്തോ വിരിച്ചിട്ട് ഒരു അമ്മമ്മയും ഒരു മോനും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മോൻ ഞങ്ങളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നതാണ് അത്. ഞാനും വൈകി ഇങ്ങനെ ഓരോ പുളു അടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സേവ് ദ ഡേറ്റിന് സെറ്റപ്പ് ചെയ്ത് വെച്ചത് കാണുന്നത്. അപ്പൊ ഞങ്ങൾ അതിലൂടെ ഒക്കെ നടന്നൊക്കെ വന്നു. നല്ല ഭംഗിയില്ലേ. ഓ, ഈ സെറ്റപ്പില് ഗൗണൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് എന്നോട് മറന്നുപോയി എനിക്ക് മൈഗ്രെയിൻ വരും, കുട വേണം എന്നുള്ളത്. എന്നാൽ നമ്മൾ വന്നതും ഉച്ച സമയമായി പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നേനെ. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഞങ്ങള് വൈകുന്നേരം ആവാൻ നിൽക്കാഞ്ഞത്. പിന്നെ അവിടെ സർഫിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. സർഫിങ് പഠിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. കുറെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ അത് കുറെ നേരം നോക്കിയിരുന്നു. അപ്പം ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചു വന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ ഒരു രസമായിരുന്നു അത്. ആ കുട്ടീനെ പഠിപ്പിക്കുന്ന ആൾക്കും അത് ഭയങ്കര രസമായി. ആ കുട്ടീനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കുട്ടി വീഴുന്നത് കണ്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നേരമായപ്പോഴേക്കും ഈ കുട്ടി അത് പഠിച്ചു. അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ കുട്ടി പഠിക്കുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോ, എത്തി അവിടെ വരെ എത്തി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കുട്ടി പ്രോ ആവും. പ്രാക്ടീസ് ചെയ്ത്. ശരിക്കും ഈ യാത്രകളെയൊക്കെ മനോഹരാക്കുന്നത് ആ സ്ഥലം മാത്രമല്ല, നമ്മളെ കൂടെ ആരുണ്ട്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് ഉള്ളത് കൂടിയാണ്. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇവർ രണ്ടുപേരും നല്ല രസമാണ്. പിന്നെ ബീച്ച് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മള് ഫോട്ടോഷൂട്ട് കണ്ടു. ഇപ്പൊ നടന്നു പോകുന്ന വഴിയിലും ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതൊരു വെഡിങ് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. രണ്ടും ഉണ്ടായിരുന്നു, ഗ്രൂമും ബ്രൈഡും ഉണ്ടായിരുന്നു.
നമുക്കങ്ങനെ അവരെ കാണിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ പ്രൈവസി ആണല്ലോ. അവിടെ പോയി ഞങ്ങള് കുറച്ചുകൂടി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നല്ലൊരു ദിവസമായിരുന്നു ട്ടോ. ഈ സ്ഥലം കണ്ടപ്പോ എനിക്ക് നമ്മള് കോഴിക്കോടുള്ള തോണിക്കടവില്ലേ? ആ ഒരു വൈബ്. തോണിക്കടവ് പോയവർക്കറിയായിരിക്കും. അവിടെ ഇതുപോലെ ഈ ഒരു സെറ്റപ്പാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയ യാത്രകളുമായി വീണ്ടും കാണാം.